പാട്ടില്ലാതെ എന്താഘോഷമാണ്. ഇവിടെ പാട്ട് മാത്രമല്ല, കച്ചേരിയാണ്, പൊന്നോണ കച്ചേരി. നമ്മളോടൊപ്പം നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ഗായകരുണ്ട്, അവരുടെ വിശേഷങ്ങളുണ്ട്, പാട്ടുകളുണ്ട്, തമാശയുണ്ട്, ഗെയിമൊക്കെ ഉണ്ട്. അപ്പൊ സ്വാഗതം പൊന്നോണ കച്ചേരിയിലേക്ക്. ഞാൻ എവിടെ കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. പൊന്നോണ കച്ചേരി. അതെ അതെ, നമുക്ക് നിറയെ അതിഥികളൊക്കെ ഉണ്ട്. എല്ലാരെയും കണ്ടു, സന്തോഷം. മാവേലിനെ ഞങ്ങളൊന്ന് എയിൽ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പൊ ആരും വിളിച്ചു, എങ്ങനെയാണ് വരുന്നത്? കേരളം മൊത്തം എയിലല്ലേ? അതെ, ഞാൻ മൊത്തം ഉണ്ട്. ഇപ്പോ സമ്മതിക്കില്ല, ഇത് ഒറിജിനലാട്ടാ. ഇത് ഒറിജിനലാണ്, ഉറപ്പല്ലേ? പിന്നെ ഓക്കെ. അപ്പോ നമുക്ക് ഇഷ്ടംപോലെ അതിഥികളൊക്കെ ഉണ്ട്. മാവേലിയൊക്കെ കണ്ടിട്ടുണ്ടോ? പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? അവിടെ എങ്ങനെ സിസ്റ്റം ഒക്കെ? അടിപൊളിയല്ലേ, എല്ലാം അപ്ഡേറ്റ് അല്ലേ? ഈ ശരിക്കും ഈ ഓണത്തിന് മാത്രമേ വരുള്ളൂ, അതോ ഇടയ്ക്ക് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി ഒന്ന് എത്തി നോക്കും? ഞാനിപ്പോ ഇതുപോലുള്ള പരിപാടികൾ ഇവരൊക്കെ ചെയ്യുന്നോണ്ടല്ലേ കൃത്യമായിട്ട് എല്ലാ മാസവും വന്നു പോകുന്നുണ്ട്. ആരോടും പറയില്ല പക്ഷേ. അപ്പൊ നല്ലതായി. അല്ലെങ്കിൽ എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. വേണമെങ്കിൽ വരും. രാജലക്ഷ്മി അറിയോ? പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരിയാണ്, ആരാധകനാണ്. മാവേലിയാണ് ആരാധകൻ, വേറെ ഒന്നും വേണ്ട. ഓക്കെ. അഖിലയുണ്ട്, ശ്രീനാഥ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോ കല്യാണ കച്ചേരി പോലെ നമ്മുടെ പൊന്നോണ കച്ചേരി അടിപൊളിയാക്കണം. അദ്ദേഹത്തെ അറിയോ? നമ്മുടെ കുക്കുരു കുക്കു കുറുക്കൻ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? ആ കൊഞ്ചിപ്പാടിയ വെള്ളി നക്ഷത്രമാണ് ഇരിക്കുന്നത്. അതെ, ഫാത്തിമ ദുബായിൽ നിന്ന് മാവേലിയെ കാണാൻ വന്നതാണ്. അതെ, കഥകളി സംഗീതമൊക്കെ പാടുന്ന മിടുക്കത്തെയാണ്. ദേവാനന്ദ റിയാലിറ്റി ഷോയിലെ താരമാണ്. ഇപ്പുറത്ത് മാവേലിക്ക് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ദേവാനന്ദ് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടിയ ആളുകളെയാണ്. ഞാൻ ആ പാട്ട് കൊട്ടാരത്തിൽ ഡെയിലി വെച്ച് കേൾക്കും. നജീം അർഷാദ്, പിന്നെ ഐഡിയ, പ്രസീത ചാലക്കുടി. ഈ മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്ന മാവേലി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. നമുക്ക് കാണുകയും ചെയ്യാം. അതുല്ലേ അറിയാമോ? ഒരു 2022 കേരളം കത്തിച്ച മുതലാണ്. സുദീപ് പാലനാട് ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യനാണ്. നിറയെ പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ മാവേലി ഇവിടെ ഇരിക്കും. നമുക്കൊരു പാട്ട് പാടി അങ്ങ് തുടങ്ങാം. ഇത്രയും പാട്ടുകാരെ വിളിച്ചെടുത്തിട്ട് ഞാൻ എന്നെ വർത്താനം പറഞ്ഞിട്ട് എന്നാ ആർക്കും അതത്ര പിടിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമുക്കൊരു ഓണം വൈബ് വരാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാട്ടങ്ങ് തുടങ്ങിയാലോ? പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി, നുരയിടുമലയിൽ നമുക്കു തുഴയാനമ്പിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ പൊളിച്ചു കഴുവാൻ തുമ്പപ്പൂങ്കാവ്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ. താങ്ക് യു, ഗംഭീരം. ഓണം വന്നിങ്ങ് നിന്നു. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് പാട്ടും വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്ക് കുറച്ച് ഗെയിമും കൂടിയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 2 ടീമാകാം. 2 ടീമിന് 2 പേരുണ്ട്. ഒന്ന് ഉത്രാടം, ഒന്ന് തിരുവോണം. ആരാ തിരുവോണം? നമ്മൾ തിരുവോണം. അതൊക്കെ ഇത് പോയി. അപ്പൊ നിങ്ങൾ ഉത്രാടം. നിങ്ങൾ തലേദിവസം കുറച്ച് ലേറ്റ് ആട്ടോ. പക്ഷെ ഉത്രാടത്തിനാണ് കുറച്ച് ഫാസ്റ്റ് എന്നാണ് പറയാ കാര്യങ്ങളൊക്കെ. എന്താ ഇത്തവണത്തെ ഓണം പരിപാടികളൊക്കെ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. നജീമിനെ ചൂണ്ടിക്കാണിക്കാണ്. എനിക്കിട്ടാണ് ആദ്യത്തെ ചോദ്യം. എന്തൊക്കെയാ പരിപാടി? ഓണ പരിപാടികളൊക്കെ ആയിട്ട് പാടി അങ്ങ് തീർക്കാം. മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. പിന്നെ പണ്ടാണ് ശരിക്കും ഓണം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വൈബൊക്കെ നമ്മളെ ഓർമ്മയിൽ എത്തുന്നത്. നമ്മൾ കാലങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ. പണ്ടത്തെ ഓണം മാത്രമേ പിടിക്കുള്ളൂ, ഇപ്പോഴത്തെ ഓണം പോരെ? ഇപ്പോഴുണ്ട്. നമ്മള് ഇപ്പം എന്താണ്, ഇപ്പം നമ്മുടെ പാടുക എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് പങ്കെടുക്കുക. സെലിബ്രിറ്റി ആയി പോയി അല്ലേ? മനസ്സിലായി. ഓക്കെ, രശ്മി പറയൂ. ഓണം നജീം പറഞ്ഞ പോലെ തന്നെ ഓണപരിപാടികളൊക്കെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം കൂടി. അതെ. ഓക്കെ, നമ്മുടെ ഫാത്തിമ ദുബായിൽ നിന്ന് വന്നാണ് കേട്ടോ. ഫാത്തിമ കഥകളി സംഗീതമൊക്കെ പാടും. റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങ് പോകുന്നതാണ് അദ്ദേഹം. നമ്മൾ ഉത്രാടവും തിരുവോണവുമായിട്ട് ആഘോഷിക്കാൻ പോവാണ്. ഞാനൊരു ഗെയിം തരാം. ആദ്യം ഞാനൊരു വാക്ക് പറയും. അപ്പോൾ 20 സെക്കൻഡിനുള്ളിൽ ഒരാൾക്ക് ഒരു ടീമിന് ആ വാക്ക് വെച്ച് എത്ര പാട്ട് പാടാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളൊരു പാട്ട് പാടും, ആ വാക്ക് വെച്ച്. അപ്പോൾ ഒരു വാക്ക് വെച്ച് ഇപ്പുറത്ത് പാടണം, അതേ വാക്ക് വെച്ച്. അപ്പോൾ ആരാ ജയിക്കുന്നത് തോക്കുന്നത് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാക്ക് ഓണം. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ
ഇവിടെ ഈ പിച്ചിലാ തുടങ്ങിയ ഞാൻ വാരി എടുക്കണം. പെട്ടെന്ന് എന്നെ കൊണ്ട് ഇത്രയ്ക്ക് ഓക്കെ ഓണം. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ വീട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരിക്കാലോ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. അവസ്ഥ എന്നെ കിട്ടിയ തല്ലും. പോരട്ടെ അടുത്തത്. അവിടെ ശ്രീനാഥ് പെട്ട്, ഇവിടെ ഞാൻ പെട്ട്. റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പാടിക്കോ. ഓക്കെ നെക്സ്റ്റ്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട് എന്നും എന്നും പൂക്കണി വിടരും വീടാണീ വീട് കൂട്ടുകുടുംബത്തിൻ കൂട്ടായെന്നും ഒന്നായെന്നാളും. ഓക്കെ ശരി. അപ്പൊ നെക്സ്റ്റ് പെട്ടെന്ന് വേണം. ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ ഓണം കേറമൂലയിലും പൂവിളി ഉണർന്നേ മേളത്ത് തിരുമുറ്റത്ത് തിരുവോണമൊരുങ്ങി താഴത്ത് മാടത്തിലോ തിരിഞ്ഞോണം അറിഞ്ഞേ ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ അനങ്കരമൂലയിലും പൂവിളി ഉണർന്നേ. രക്ഷപ്പെട്ടോ? രക്ഷപ്പെടുത്തോ? അതാണ് രക്ഷകയാണ് രക്ഷക. ഓക്കെ നെക്സ്റ്റ്. ഓണം തുടങ്ങണമെന്നില്ലല്ലോ. ഓണം തുടങ്ങണം, അതാണ് പ്രശ്നം. ഓണം ഓണം എന്നുള്ള വാക്ക് അവിടെ ഓണം എന്നുള്ള വാക്ക് വെച്ച് തുടങ്ങണം. ഓണം പൊന്നോണം പൂമഴ പൊങ്ങും പുഴയോളം പൈങ്കിളി പാടുന്നു ഉണരുണര് ഉള്ളിൽ ഞാൻ കെട്ടിയ പഴയ വില്ലിന്റെ അപശ്രുതിയോടെ കേട്ടല്ലേ പാടൻ കോർത്തിടുന്ന പഴയ ശീലിൻ ഇഴകൾ ഓണം പൊന്നോണം പൂമഴ പൊങ്ങും പുഴയോളം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. പിന്നല്ല, ഇവിടെ തോപ്പിക്കാൻ പറ്റില്ല. ഉണ്ടോ? കൗണ്ടർ ഉണ്ടോ? ഉണ്ടോ? മറുപടി ഉണ്ടോ? ഓണം വന്നോണം വന്നേ പൊന്നോണം വന്നേ 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 ഇത്താം തെയ്താരാ തകതെയ്തകതാരാ ഇത്താം തെയ്താരാ തകതെയ്യത്തിനും താരാ ഇത്താം തെയ്താരാ തകതെയ്തകതാരാ ഇത്താം തെയ്താരാ തകതെയ്യത്തിനും താരാ. ഈ പാട്ടോടുകൂടി ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ പോയിന്റ് ചെയ്ത് നൽകുന്നു. പാട്ടുകാരോട് പാടി തോപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് എന്നെ ആവശ്യം ആലോചിച്ചാൽ മതി. അല്ല, നമുക്ക് കൂടുതലും ഈ ഓണപ്പാട്ട് ഇപ്പം കൂടുതൽ AI-യിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? ഒറിജിനലായിട്ട് പാടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും? അല്ല, അത് എല്ലാവരും ഇപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബേസിക്കലി മെയിൻ സ്ട്രീം പല ഇൻഡസ്ട്രിയിലും പലത് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയില്ല, ഇപ്പോൾ ഒരുവിധം മ്യൂസിക് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും AI-യിൽ വരുന്ന ടോണും AI-യിൽ യൂസ് ചെയ്ത പാട്ടും കേട്ടാൽ തന്നെ മനസ്സിലാവും. സമയം ലാഭിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ആ ലാഭിക്കുന്ന സമയത്ത് മറ്റൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിൻ്റെ അവസരവും അയാൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വന്നതാണ് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരാൾ നമ്മുടെ മാവേലി പ്രതിസന്ധിയിലായിരുന്നു. ഇവിടെ മുഴുവൻ പറഞ്ഞു AI-ൽ മാവേലി, കാരണം മാവേലിക്ക് നാട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥയാണ്. മ്യൂസീഷ്യൻ ബിജിപാൽ സാറല്ലേ, ബിജിയേട്ടൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് എപ്പോഴും ഓർമ്മ വരും. ബിജിയേട്ടൻ ഒരു തവണ ഇങ്ങനത്തെ ഒരു ഡിസ്കഷനിൽ പറഞ്ഞാണ്, AI വെച്ച് ഒരുപാട് നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു ഇംപെർഫെക്ഷൻ AI-ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇംപെർഫെക്ഷനാണ് എപ്പോഴും മനുഷ്യന്റെ ഇമോഷനിൽ ടച്ച് ചെയ്യുന്നത് എന്ന് സാറിന്റെ ഒരു വേർഡ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി വാലിഡ്. പക്ഷേ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ AI ഒക്കെ മാറി നിൽക്കും, അല്ലേ? ശ്രീനാഥും പ്രസിഡന്റൊക്കെ സ്റ്റേജിൽ പോയി കയറി നിന്നാ പിന്നെ AI സ്റ്റേജില് പറ്റില്ല. സ്റ്റേജില് നമ്മൾ തന്നെ സ്വയം AI ആയിട്ട് മാറേണ്ടി വരും. എനിക്ക് കാര്യത്തിൽ മാത്രമേ ആശ്വാസമുള്ളൂ. ലൈവ് പെർഫോമൻസ് മാത്രം ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ആശ്വാസം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഗെയിം ചെയ്താലോ? യെസ്, അടുത്ത ഗെയിം എന്താണെന്ന് അറിയുമോ? ഞാനിവിടെ ഒരു ചിത്രം കാണിക്കും. ആ ചിത്രം കാണിക്കുമ്പം അത് ഏതാണ് പാട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഒരു പിക്ചർ, പടം. ഈ കാണുന്നത് ഈ 4 ചിത്രങ്ങൾ കൂടി വരുന്നത് ഒരു പാട്ടാണ്. ആ പാട്ട് ഏതാന്ന് പറയാൻ പറ്റുമോ? ബുദ്ധിയുള്ള ആരാന്ന് നോക്കട്ടെ. ആദ്യം കായലോട്ടല്ലേ സ്റ്റാർട്ടിങ്, പിന്നെ സലീം കുമാർ,
പിന്നെ കൊടി, പിന്നെ താഴെ കാണുന്ന സാധനം. കൊച്ചിയാ കായലിനരികെ കൊച്ചിക്കായൽ. പറ. കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി. ബുദ്ധിമതി. ഓക്കെ, അപ്പൊ അത് പാടാം. കായലിനരികെ കൊച്ചി കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ കായലിനരികെ. യെസ്. അപ്പം തിരുവോണം ആണേ, 1 പോയിന്റ് മുന്നിൽ. ആദ്യത്തെ മത്സരത്തിൽ ഞാൻ ദയനീയമായ തോൽവി സമ്മതിച്ചുവെങ്കിലും ഇപ്പം 1 പോയിന്റ് ഒരു മുന്നിലാണ്. അപ്പം അടുത്ത ചിത്രം വരും സ്ക്രീനിൽ. കണ്ണും നോക്കിയാ തോണിയിൽ വരുന്ന മാഫിയ കേട്ടിട്ടുണ്ട്. മിഴിയിൽ നിന്നും പൊളിയിലേക്ക് മിഴിയിലേക്ക് തോണി തുഴഞ്ഞ് പോയി നമ്മൾ. തോണി നിറഞ്ഞ് പ്രാണൻ കവിഞ്ഞു ഈടമായി നമ്മൾ. രാജേഷ്മിയാണ് സ്കോർ ചെയ്യുന്നത്. നിങ്ങൾ 2 പോയിന്റിന് പിന്നിലാണ്. തിരിച്ചു വരുമോ അതോ കരയുന്നു? പോട്ടെ കരയണ്ട. ഓക്കെ, നെക്സ്റ്റ്. ഒന്നുകൂടി കണ്ണിൽ മഷി. ഒന്നുകൂടി, ഞാനിവിടെയാ. കമലദളം. പഠിക്കോ. കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം. നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പൊന്നാരം. കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം. നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പൊന്നാരം. കന്നിപ്പൂമാനത്തെ വെള്ളിക്കിണ്ണം കരളിൽ ഞാൻ നിനക്കായി ഒളിച്ചു വെച്ചു. മൂക്കുത്തി കമ്മലിടും പൂത്താരങ്ങൾ സഖിമാരായി നിന്നോടൊത്തണുങ്ങി നിന്നു. കടമിഴിയിൽ കമലദളം കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം. നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പൊന്നാരം. 3 പോയിന്റ്. ഫുള്ള് ബുജിലുക്കും. ഞങ്ങൾ കൊടുത്തതാണല്ലേ. ടീം മാറാൻ വല്ല ഫുള്ള് സപ്പോർട്ടാണ് കേട്ടോ ഇവിടെ ഇരുന്ന് പാടാൻ. പക്ഷെ ഒരു മറുപടിയും വരില്ല. ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ജയിക്കേണ്ടതാണ്. തോൽവിയൊക്കെ സംബന്ധിച്ച് പക്ഷെ നമ്മൾ ഓണം പാട്ട് മാത്രം വെച്ചൊരു എപ്പിസോഡ് ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. അല്ല, പാവങ്ങൾ കഴിച്ചിലായി പോട്ടെ. മാവേലി ഇടയ്ക്ക് ഗ്രൂപ്പ് ഓടിയോ? ഒരു ചെയർ മാവേലി ഈ ടീമിലല്ല. മാവേലി ഞങ്ങളുടെ ടീമാ. മാവേലി എപ്പോഴും ത്യാഗത്തിൽ. അല്ലല്ല, പരാജിതരുടെ കൂടെ. തോറ്റ ടീമിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ടീമിന്റെ കൂടെ പോരട്ടെ. ഇനിയുണ്ട്. ഇതെന്താ തിരിഞ്ഞു നിൽക്കുന്നോ? നടക്കുന്ന രജനീകാന്തല്ലേ? ഗംഭീരാണ് കേട്ടോ. ഒരാള് ഞാൻ ക്ലൂ വരട്ടെ. പറഞ്ഞോട്ടെ, പാവല്ലേ? കേട്ടില്ലല്ലോ എല്ലാരും. അപ്പൊ ഇപ്പൊ നജീം പാടും. Walking in the moonlight. I'm thinking of you. Listening to the raindrops. I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. ഇളനീർ കനവിലൂടെ I'm thinking of you. യെസ്, അപ്പൊ നാണക്കേടില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്റെ സഹായത്തോടാണ്. നന്ദി, സ്മരണമാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ചൊരു പാട്ട് പാടിയല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചല്ലേ. അപ്പൊ നമുക്ക് ഐക്യത്തിന് സന്തോഷത്തിന് വേണ്ടി ഒരു പാട്ട് പാടാം. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കറുമ്പി. അന്നിക്കൂടം കവർത്തി ഞാൻ ഇളങ്കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ, ഉച്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ, തഞ്ചത്തില് മീനും പിടിക്കണം. വേമ്പനാട്ടു കായൽ തിരകൾ തുണിക്കുന്നു തകതിരി നിമൃതേ. ചുണ്ടൻ വെള്ളം തുണിക്കുന്നു തകതിരി നിമൃതേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കറുമ്പി.
കെട്ടി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. താങ്ക് യു. പ്രസി, നമുക്ക് ആ ഒള്ളുള്ളേര് പടിയാലോ? ಒಳ್ಳುಳ್ಳೇರು ಮಾಣಿನಂಗರೆ ಬಿರಜಪೇಟೆ ಡುಂಡುಗಯೆ ಮಾಣಿನಂಗರೆ ಒಳ್ಳುಳ್ಳೇರು ಮಾಣಿನಂಗರೆ ಮೈಸೂರು ಪೇಟೆ ಡುಂಡುಗಯೆ ಮಾಣಿನಂಗರೆ ಮಾಣಿನಂಗರೆ ತಂಗಾಟಿ ಕುಮರಿನಂಗರೆ ಕುಮರಿನಂಗರೆ ತಂಗಾಟಿ ಮಾಣಿನಂಗರೆ ಮಾಣಿನಂಗರೆ ತಂಗಾಟಿ ಕುಮರಿನಂಗರೆ കുമരനഗരെ തങ്കാട്ടി മാണിനഗരെ എണ്ണാ കൊണ്ട മഞ്ചൾ കൊണ്ട മാണിനഗരക്ക് എണ്ണാ കൊണ്ട മഞ്ചൾ കൊണ്ട ചുക്കട്ടിനഗരക്ക് എണ്ണാ കൊണ്ട മഞ്ചൾ കൊണ്ട മാണിനഗരക്ക് എണ്ണാ കൊണ്ട മഞ്ചൾ കൊണ്ട ചുക്കട്ടിനഗരക്ക് മാണിനഗരെ തങ്കാട്ടി കുമരനഗരെ കുമരനഗരെ തങ്കാട്ടി മാണിനഗരെ മാണിനഗരെ തങ്കാട്ടി കുമരനഗരെ കുമരനഗരെ തങ്കാട്ടി മാണിനഗരെ അകൾ ബന്ധന പൂജി ഇകൾ ബന്ധന പൂജി എണ്ണാപ്പാവേ പന്താടും എള്ളനനെ പോടൂട്ട അകൾ ബന്ധന പൂജി ഇകൾ ബന്ധന പൂജി എണ്ണാപ്പാവേ പന്താടും എള്ളനനെ പോടൂട്ട മാണിനഗരെ തങ്കാട്ടി കുമരനഗരെ കുമരനഗരെ തങ്കാട്ടി മാണിനഗരെ മാണിനഗരെ തങ്കാട്ടി കുമരനഗരെ കുമരനഗരെ തങ്കാട്ടി മാണിനഗരെ മാണിനഗരെ തങ്കാട്ടി കുമരനഗരെ കുമരനഗരെ തങ്കാട്ടി മാണിനഗരെ അടി മാണിനഗരെ തങ്കാട്ടി കുമരനഗരെ കുമരനഗരെ തങ്കാട്ടി മാണിനഗരെ. കുക്കുരു കുക്കുറുക്ക് കേൾക്കാം ആദ്യം. ഒരു രണ്ടുവരി. കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൊതിച്ച് നാക്കില് വെള്ളം കൊതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൊതിച്ച് നാക്കില് വെള്ളം കൊതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. ചക്ര ഫാൽത്തു ഒന്ന് ഞെട്ടിച്ചേ. പോരട്ടെ. ചന്ദ്രചൂഡ് ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമഃ. ചന്ദ്രചൂഡ് ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമഃ. സുന്ദരധര പിനാകധര ഹര സുന്ദരധര പിനാകധര ഹര ഗംഗാധര ഗജാചർമാപരധര ഗംഗാധര ഗജാചർമാപരധര. താങ്ക് യു മോളെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. ഞാനിവിടെ സ്ക്രീനിൽ ഇപ്പൊ തലയൊക്കെ ആട്ടുന്നുണ്ട്. ഇപ്പൊ എല്ലാം പറയും തോന്നുട്ടോ. ഇല്ല, ഇത് നമ്മൾ പേഴ്സണൽ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ സ്ക്രീനിൽ ഒരു സീൻ കാണിക്കും, ഒരു പാട്ടിന്റെ സീൻ കാണിക്കും. ആ പാട്ട് ഏതാന്ന് പറയണം. സോ സിമ്പിൾ, നിസ്സാരം. ഇപ്പൊ വരും. ഞാൻ മറിക്കാം. കണ്ടോളൂ. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ പ്രൊഡ്യൂസറെ? ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസി അതല്ലേ അതന്നെ ഉമ്മ വയ്ക്കുന്ന. ഓക്കെ, അപ്പൊ പാട്ട്. ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളുമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ. എന്തെന്നാ ഈ പാടുന്ന എന്താ ഇവിടെ കാണിക്കണേ? ഞാൻ ശരിക്കും അത് പാടിയിട്ട് സത്യൻ മാഷാണോ അടുത്ത് നജീബിന് വെച്ചപ്പോ ഈ പാട്ട് എന്നാലും എന്താ ഞാൻ ആലോചിച്ചിട്ട് വരാതിരുന്നത്? വിഷമ പാട്ട് പറഞ്ഞതിന്റെ ഒരു വിഷമം. ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത പാട്ട് വെക്കാം. അടുത്ത പാട്ട് വരട്ടെ. ഞാനൊരു പാട്ട് പാടാം. കോടി ജന്മങ്ങളായി മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ. അതാരാ പാടിയത്? ഇവിടെയാണോ? ഞാനമ്മനെ. അപ്പൊ പഠിക്കോ.
ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ മാർഗഴിയേ മല്ലികയേ മന്ദാരപ്പൂങ്കുരുവിയേ മാർഗഴിയേ മല്ലികയേ മന്ദാരപ്പൂങ്കുരുവിയേ മണ്ഡലം പൂശിവ വന്നിതാ നിന്നെ വെച്ച വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരനാ. വാമനായി മാരനായി വന്നിതാ നിന്നെ വെച്ച വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരനാ. തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൂവുണ്ട്, ഒരു സുന്ദരി പെൺകുട്ടിയുണ്ട്. നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്. എപ്പോഴും നമ്മൾ സുന്ദരിക്ക് പൊട്ടാണ് വെക്കുന്നെങ്കിൽ ഇത്തവണ പൂവാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ടീമിൽ നിന്നും, തിരുവോണത്തു നിന്നും ഉത്രാടത്തു നിന്നും 2 പേർ വെച്ച് തരണം. ആരാണ് മല്ലയുദ്ധത്തിന്റെ താരമായിട്ട് ആദ്യം വരുന്നത്? ഇന്ന് കല്യാണം കഴിക്കാൻ പോണ ആൾ ആദ്യം ചെയ്യും. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് കേട്ടോ, ഈ ഡോട്ടാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, പിടിച്ചോളൂ, സൂക്ഷിച്ചു നോക്കണം. ആയുധം വെച്ചുള്ള കളിയാണ്. ഇതാ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുത്തോളൂ. നിങ്ങളുടെ ടീം ഞാൻ എത്ര ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ തിരിയുന്നു, ഇങ്ങനെ മെല്ലെ 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 തിരിയുന്നു. അങ്ങനെ അങ്ങ് പോയിക്കോ. പതുക്കെ 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 ലെഫ്റ്റ് ലെഫ്റ്റ് പൊക്കോ പൊക്കോ. ഏറെക്കുറെ കറക്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത്ര കൃത്യമായി ചെയ്യാൻ പറ്റുന്നത്. പെൺകുട്ടികൾക്ക് പോയിച്ചു കൊടുക്കുന്നത് തങ്ങളുടെ ഒരു വിനോദമാണോ? ഓക്കെ, ഏറെക്കുറെ സമയം കഴിയുന്നു. വേഗം വെക്കണം. ഓക്കെ, പൊയ്ക്കോളൂ. പക്കയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പിൽ നിന്നാണ് വരുന്നത്. ഇതാ പോയിച്ചോളൂ. ആർക്കാണ് പറയും. മൂക്കിനാഥ, നിങ്ങളൊരു കാര്യം അത് മൂക്കിനകത്തോട്ട് വെക്കായിരുന്നു. 2 ലക്ഷം പഞ്ഞു തരട്ടെ ഞാൻ. തിരിഞ്ഞോ. ഓക്കെ, ഇപ്പൊ കറക്റ്റ് പൊസിഷൻ ആണ്. പൊക്കോളൂ. പൊക്കോ. ലെഫ്റ്റ് സ്ട്രെയിറ്റ് പൊക്കോ സ്ട്രെയിറ്റ്. പൊക്കോ സ്ട്രെയിറ്റ്. ഇനി മിണ്ടി പോരുത്. ഇവിടെ കൈയൊക്കെ വിറയ്ക്കുന്നു. താലി കിട്ടാൻ പോകണോ? നന്നായിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. നിങ്ങൾ അതിലേക്ക് ഇങ്ങനെയാണോ പോകുന്നത്? നെക്സ്റ്റ് പോരാളി ആരാണ്? പ്രസിദ്ധ ചാൽക്കുടി, സുദീപ് പാലോട്. പിടിക്കും. അയ്യോ, എന്തൊരു ആക്ടിങ്. ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പിടി. എനിക്ക് കാണാന്നല്ലേ. തിരിഞ്ഞോ. ഓക്കെ, കറക്റ്റ് പൊസിഷൻ. പൊക്കോ. എനിക്കല്ല ഫോട്ടോ വെക്കണ്ടേ. നേരെ പോട്ടെ. ആ, ധൈര്യമായിട്ട് നേരെ പോട്ടെ. കുറച്ച് ലെഫ്റ്റ് മതി. സ്കെയിൽ വേണോ? 15 സെന്റിമീറ്റർ നീളം. ഞങ്ങൾ കണ്ടായിരുന്നു നേരത്തെ സ്കെയിൽ വെച്ചത്. വിഷയം ഇങ്ങനെ 1 2 3 വെച്ചോ. മനസ്സിൽ വിചാരിച്ചങ്ങ് വെച്ചോളൂ. ആണി അടിച്ചേ കേറ്റോടെ. സെറ്റാ വെച്ചോ. വേറെ ഒന്നിനും പറ്റില്ലെങ്കിലും ടീം ഉത്രാടത്തിന് പെമ്പിള്ളേർക്ക് പൂ വെക്കാൻ വളരെ കൃത്യമായിട്ട് അറിയാം. പൂ വെക്കാൻ ഇജാതി ഒരു ടീം. കുറച്ച് പെർഫെക്റ്റ്. നജീമൊക്കെ എങ്ങനെ പോയിരുന്നെങ്കിൽ ഒറ്റ ഡോട്ടിൽ 5 പൂ ഒരുമിച്ച് വെച്ച ഐറ്റം. ഓക്കെ, അടുത്ത പോരാളി ആരാണ്? കൈബുക്കേ. ഓ ശരി, വരൂ. കൈബുക്കേ. പറ്റുമെന്ന് വെല്ലും. കാണാമോ? അടിപൊളിയാണ്, പക്കയാണ്. ഇവിടെ വാ. നേരെ നേരെ തൊട്ട്. ഇനി ശബ്ദിക്കരുത് കേട്ടോ. നേരത്തെ അളവെടുക്കാൻ പോയപ്പോ എന്തായിരുന്നു നോക്കട്ടെ. 30 മീറ്റർ വീതി. അല്ല, പാട്ടുകാരി ആയതുകൊണ്ട് തൊണ്ടയിലാണ്. ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ടീം ഉത്രാടം. അല്ല, തിരുവോണം. ശീലായി പോയി ഞാൻ. നിങ്ങൾ വാർത്തയൊക്കെ കാണോ? ആത്മാർത്ഥമായിട്ട് പറയണോ? കാണോ?
കുറച്ച് ഓവർ ആത്മാർത്ഥത എനിക്ക് അവിടെ ഫീൽ ചെയ്തു. ശരി, ഓക്കെ. ഞാൻ വാർത്ത വായിക്കുന്നതാണോ? ഇത് നന്നായിട്ടല്ലേ വാർത്ത വായിക്കുന്നത്? ഞാൻ രണ്ടുപേരും പറഞ്ഞ വാർത്ത വായിക്കും. എന്നോട് ധൈര്യം ആർക്കല്ലേ? മുഖ്യമന്ത്രി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രതിപക്ഷ നേതാവ് സന്നിഹിതനായിരുന്നു. റെഡി? നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നെ പ്രതിപക്ഷ നേതാവ് സന്നിഹിതനായിരുന്നു. ഈ നാട്ടിലെ എല്ലാവരെയും ഞാൻ പിറക്കി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രതിപക്ഷ നേതാവ് സന്നിഹിതനായിരുന്നു. അതൊരു അഖില പെർഫോമർ പാട്ടുകാർ മാത്രമല്ല, സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു എത്രയോ കാലമായി. അതിന്റെ ഒരു ധൈര്യം കൂടിയുണ്ട്. അപ്പൊ നെക്സ്റ്റ് ആരാണ് ഇവിടുത്തെ വാർത്ത വായകൻ? പഴയ വാർത്തയും കൂടെ വെച്ചോ. ആകാശവാണി വാർത്ത. ആകാശവാണിയെങ്കിൽ ദേവൻ ചേട്ടൻ. വെച്ചോ. ആകാശവാണി തിരുവനന്തപുരം കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. ദേവനന്ദ ഒരു പാട്ട് പാടും. ഇവനായേ തായപ്പോ പിടയ പോയോർ ഒരയെല്ലാമേ നീ വേഗം തിരികെ തായേ പുറപ്പെടുന്നേ നോവിൻ ചെരിവിൽ നിന്നേ ചോര പുറപ്പെടുന്നേ. 3 വർഷം മുമ്പായിരിക്കും അല്ലെ? പാലപ്പള്ളി 22-ല്. നമുക്ക് രണ്ടുപേരും പാടിയാലോ? നിർബന്ധിച്ചാ ഞാൻ പാടും. പാടിക്കോളൂ. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. 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 ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. 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 ആവോ ദാമാനോ നാലൂടണല്ലോ. ആവോ ദാമാനോ നാടക ചുറ്റണല്ലോ. ആവോ ദാമാനോ നാടക കൂടിയിട്ടേ. ആവോ ദാമാനോ രാക്കുളി കൂടണല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ആവോ ദാമാനോ വിണ്ടിയൊടിച്ചു വന്നേ. ആവോ ദാമാനോ വിണ്ടിയും കുത്തിയല്ലോ. ആവോ ദാമാനോ കൈത്തിരി കത്തുന്നല്ലോ. ആവോ ദാമാനോ ലോകത്തിൻ പൊൻവിളക്കേ. ഓക്കെ, മാവേലി ചാർജ് ആയി. അപ്പൊ മാവേലി ചാർജ് ഞങ്ങൾക്ക് നേരത്തെ ചാർജ് ആയിരുന്നു. ശരി, എങ്ങനെയാ സ്റ്റേജ് പ്രോഗ്രാംസ്? അദ്ദേഹം ഞങ്ങളുടെ സ്വന്തം ആളിപ്പോ മുഖ്യമന്ത്രിയൊക്കെയാണല്ലോ തമിഴ്നാട്. അവിടെ പോയി പെർഫോം ഒക്കെ ചെയ്തിരുന്നോ? ഇല്ല, അതിനുശേഷം മുഖ്യമന്ത്രി അതിന് ശേഷം അങ്ങോട്ട് പോയിട്ടില്ല. അതിനു മുമ്പ് തൊട്ട് മുമ്പായിട്ട് പോയിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പോ ഒരു പാട്ട് പിന്നെ പാടാലോ? പഠിക്കോ? ഏതാ, വിജയ് സോങ് വേണോ? പഠിക്കോ. ഓക്കെ. അപ്പം நான் அடிச்சா தாங்க மாட்டேன், 4 மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன். நான் அடிச்சா தாங்க மாட்டேன், 4 மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன். நான் புடிச்சா புடும்பு புடி, நான் சிரிச்சா பான வெடி, நான் பாடும் பாட்டுக்கு தோல் பரணி கேட்டு. நான் அடிச்சா தாங்க மாட்டேன், 4 மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன். രാജി എങ്ങനെയായിരിക്കും ഓണത്തിന്റെ സമയത്ത്? അല്ല, ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പൊ കൂടുതലും ഓണം ആ സമയത്ത് തിരുവനന്തപുരത്തായിരിക്കും പ്രോഗ്രാം. അപ്പൊ വീട്ടിലും അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യും. ഓക്കെ. സുദീപ്, ചാരുലത, അല്ലെങ്കിൽ എന്നോട് ആരാധകർ ചോദിക്കും പിന്നെ എന്തിനാ വിളിച്ചോണ്ട് വന്നതെന്ന്.
അതിരഴാമുകിലേ നിൻ സജലമാമറുകരയിൽ അടരുവാൻ വിതുമ്പി നിന്നോ പരിചിതമൊരു മൗനം അതിരഴാമുകിലെ നിന്നുപബോധമാത്രയിൽ ജലതാളമാർന്നൊരീ ഹൃദയം അതിലെഴും ലഹരികൾ അതിഗൂഢമോരോരോ അണുവിലും പടരുന്ന വേഗം അറിയില്ല ഞാനെത്ര നീയായി മാറി എന്നരികെ ഏകാകിയം ഗ്രീഷ്മം പറയില്ല രാവെത്ര നിന്നെയോർത്തോർത്തു ഞാൻ പുലരുവോളം മിഴിവാർത്തു അപ്പൊ ചാരുലതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ അടുത്തിരുന്ന് ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ള ഒരാള് രജിമാണ്. ഞാൻ അത്രയധികം ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് രജിമിന്റെ. അപ്പോൾ രജിമിന്റെ പാട്ട് പാടിത്തരാം. ശരി, വിളിച്ചതല്ലേ? അല്ല, നിന്ന് പാടും. വരും 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 വരും. ഓമനക്കോമളത്താമരപ്പൂവേ രാവുമാനില്ലേ ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തേ ഓമനക്കോമളത്താമരപ്പൂവേ രാവുമാനില്ലേ ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തേ ദാഹിച്ചു മോഹിച്ചു തേനുണ്ണുവാൻ ഞാൻ ഓടി വന്നില്ലേ മിഴികൾ നീ തുറന്നാട്ടെ മധുരത്തേൻ പകർന്നാട്ടെ പാദസരത്താളം കേൾക്കെ കാതിനിന്നോണമായി പാർമുടിയിലേതോ പൂവായി പാതയിൽ വീണുപോയി പറയാനെന്തോ വീടും ചുണ്ടിൽ തങ്ങി മിണ്ടാൻ വയ്യ ഓമനപ്പൂവേ ആ ഓമനക്കോമളത്താമരപ്പൂവേ രാവുമാനില്ലേ ഇനിയും നേരമായില്ലേ വിരിയാൻ താമസമെന്തേ. താങ്ക് യു. യെസ്, അപ്പോ നെക്സ്റ്റ് അഖില. കൂടുതൽ പാടാതിരിക്കാൻ വേണ്ടി ആ വൈൻഡ് അപ്പ് ചെയ്യുന്ന പോർഷൻ മാത്രമായിട്ട് എടുത്ത് പാടാം. അത്രേ ഉള്ളൂ പല്ലവി. ശരി, അപ്പോൾ പാട്ടിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഈ നമ്മുടെ ജെൻസി പ്രൊട്ടസ്റ്റിന്റെ ഇടയ്ക്ക് ഒരു പാട്ട് അതിന് ആ സമയത്ത് ഇൻഡിപെൻഡന്റ് ട്രാക്കായിട്ട് ചെയ്താ സിനിമ അല്ലാതെ ഞാൻ കുറച്ച് പാട്ടുകൾ ചെയ്തതിൽ അങ്ങനെ ചെയ്തു വെച്ചൊരു പാട്ടായിരുന്നു ആരാണ്ട എന്ന് പറഞ്ഞൊരു പാട്ട്. ഒരു രണ്ടുപേര് പാട്ട് ആരാണ്ട 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 ഞങ്ങളാണ്ട ഇത് ഞങ്ങളാണ്ട മേലെ വളപ്പിലെ തമ്പ്രാന്റെ പാടത്ത് കൊയ്തു മെതിച്ചവനാരാണ്ട രാവന്തിയോളം പണിതിട്ടും തീരാത്ത നീറ്റലു പേറുവതാരാണ്ട ഈ വാഴ വെച്ചതും പൂത്തതും കായ്ച്ചതും ഇറയത്തു വെച്ചതുമാരാണ്ട പണിയാറ് ചെയ്തിട്ട് കൂലി പറയുമ്പോ തമ്പ്രാന്റെ കണ്ണില് തീണ്ടലാണ്ട ആരാണ്ട ആരാണ്ട ഞങ്ങളാണ്ട ആരാണ്ട ആരാണ്ട ഇത് ഞങ്ങളാണ്ട ഇത് ഞങ്ങളാണ്ട ആരാണ്ട ആരാണ്ട ഇത് ഞങ്ങളാണ്ട ഇത് ഞങ്ങളാണ്ട ആരാണ്ട ആരാണ്ട ഇത് ഞങ്ങളാണ്ട ഇത് ഞങ്ങളാണ്ട. താങ്ക് യു. അപ്പോ ഒരു കരിമിഴിക്കുരുവി
നമ്മൾ വന്നിട്ട് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാടാതെ പോകുന്നത് സങ്കടമല്ലേ? അപ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു പാട്ടും കൂടി നമുക്ക് എല്ലാവർക്കും ഫീമെയിൽ പോർഷൻ പാടാനാണോ ഇവിടെ ആളില്ലാത്തത്? ഇവിടെ പെൺ പടയല്ലേ? പാടും. കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ടു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ടു. നമ്മൾ പറഞ്ഞ പോലെ പൊന്നോണ കച്ചേരി ആയിട്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാട്ടോട് കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട്, എല്ലാവരും ചേർന്ന് പാട്ടിലേക്ക്. അന്തിക്കടപ്പുറത്തൊരോലക്കുട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്തല്ല, തേരകളല്ല, ചെമ്മാനം വാഴണ കുറയൻ, അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കുട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? കാരിത്തക്കിളി ആക്കിളി മൂക്കിളി തൊട്ടുകളിക്കണ കളലിൻ കുട്ടികൾ അക്കരെ മൊത്തുകണക്കൊരു കൊച്ചുകിടാത്തൊരു പിച്ചു വരുന്നത് കണ്ടു മലർപ്പൊടി തട്ടി കളവില കൂട്ടണ താളത്തുട്ടികളായി വിളിക്ക് പറയ ചെണ്ടകൾ അറിത്തരികിട മേളമടിച്ചു മുഴക്കുന്നേ ചാകര വന്നു കടക്കു മലപ്പുറമാകെ തരികിട ദുർലത്തെ. കാരിത്തക്കിളി നാക്കിളി മൂക്കിളി ഒത്തുകളിക്കണ കളലിൻ കുട്ടികൾ അക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൊരു പിച്ചു വരുന്നത് കണ്ടു മലർപ്പൊടി തട്ടി കളവില കൂട്ടണ താളത്തുട്ടികളായി വിളിക്ക് പറയ ചെണ്ടകൾ അറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്നു കടക്കു മലപ്പുറമാകെ തരികിട ദുർലത്തെ. ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനവനന്ന് കളമ്പിയ നേരത്തിന്റെ കിനാവിളി വെള്ളം ഇറങ്ങിയ കമ്മടി കൂടാനത്തിലെ മിക്കല മാറം മാളം കൂടുകൾ ഒഴുകി തുള്ളിയുറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട ദുർലത്തെ. തുറകളിൽ നിന്നൊരു തുണികുടി നേരത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാളികളുടെ കാലിൽ തട്ടകളിടയിളകി തുടരുകൊള്ളി അത്തിമരത്തിൽ കീഴെ തറയിലപ്പോ തിക്കല് നല്ലതുമായി. തുറകളിൽ നിന്നൊരു തുണികുടി മേളത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാളികളുടെ കാലിൽ തട്ടകളിടയിളകി തുടരുകൊള്ളി അത്തിമരത്തിൽ കീഴെ തറയിലപ്പോ തിക്കല് നല്ലതുമായി. കണ്ടത് വളയുടെ